വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ചാനലില് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പല പല ടോപ്പിക്സിൽ നമുക്ക് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു പീരീഡ്സിനെ കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ട് തുടങ്ങാമെന്ന്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ എനിക്ക് കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി പീരീഡ്സിനെ കുറിച്ച് സംസാരിക്കുമോ എന്നൊക്കെ കമന്റ് തരാൻ. അപ്പം എനിക്ക് പീരീഡ്സിനെ കുറിച്ച് സംസാരിക്കാൻ കുറെ ഉണ്ട് താനും. അപ്പൊ ഐ തോട്ട് വൈ നോട്ട്, ആൻഡ് എന്ന് ഞാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പൊ ഞാൻ വിചാരിച്ചു യെസ് യു ഷുഡ് ടോക്ക് ടുഡേ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പീരീഡ്സിനെ കുറിച്ച് സംസാരിക്കാൻ പോവാണ്. സോ ഹായ്, ഐ എം ആതിര ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കറന്റ്ലി ഐ എം ഡൂയിങ് UG under DU and I am in my 20s. അതൊക്കെയാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. എനിക്ക് ഒരു ചേച്ചിയാണുള്ളത്. ഓക്കെ, നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അതാണ് എൻ്റെ ചേച്ചി. അപ്പം ചേച്ചി പീരീഡ്സ് ആയത് ഞാനൊരു 3-ലോ 4-ലോ ഒക്കെ പഠിക്കുമ്പോഴാണ്. അപ്പൊ എനിക്ക് ഓൾറെഡി അറിയാം ഒരു ദിവസം എന്തോ സംഭവിച്ചു. അപ്പൊ ചേച്ചിക്ക് കുറെ മിഠായും ഡ്രസ്സും അതൊക്കെ കിട്ടുന്നു. അപ്പൊ എന്തോ ഒരു സംഭവം ഉണ്ടായി. അപ്പം എനിക്ക് പീരീഡ്സിന് എന്തോ ഒരു സംഭവം അറിയാം, അങ്ങനെ ബ്ലഡ് വരും, അങ്ങനെ ഒരു ഇതുണ്ട്. അല്ലാണ്ട് വേറെ കാര്യമായിട്ടൊന്നും എനിക്കൊന്നും അറിയില്ല. അങ്ങനെ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഫസ്റ്റ് എക്സാം ഇല്ലേ, ഇങ്ങനെ ഓണപ്പരീക്ഷയുടെ ഫസ്റ്റത്തെ ദിവസം ഞാൻ ബാത്റൂമിൽ കയറിയപ്പോൾ ഉണ്ട് ബ്ലഡ്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഓക്കെ ഇതിന്റെ ചേച്ചിക്ക് ഉണ്ടായ സംഭവമാണ്. ഞാൻ പാനിക്കൊന്നും ആയില്ല. അപ്പം എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നത് എന്താ പറയുക, പീരീഡ്സിനെ കുറിച്ച് എൻ്റെ അമ്മ എനിക്ക്, കാരണം ഒബ്വിയസ്ലി പറഞ്ഞു തരുന്നല്ലോ ഇതെന്താണ് സംഭവം എന്നൊക്കെ പറഞ്ഞു തരുന്നല്ലോ. അപ്പൊ എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നത്, ഫോർ ദ ബാക്ക്ഗ്രൗണ്ട്, എൻ്റെ അമ്മയ്ക്ക് വെരിക്കോസ് വെയിൻ ഉണ്ട്. ഐ തിങ്ക് യു പീപ്പിൾ നോ വാട്ട് വെരിക്കോസ് വെയിൻ ഈസ്. ഇത് ഇങ്ങനെ, അതായത് നമ്മുടെ ബോഡിയിൽ ബാഡ് ബ്ലഡ് ഉണ്ടാവുന്നതാണ്, കട്ട പിടിച്ച് ഇങ്ങനെ ഒരു ബോഡി പാർട്ടിൽ നിൽക്കുന്നതാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയാം. അപ്പം എൻ്റെ അമ്മയ്ക്ക് അതുണ്ട് വെരിക്കോസ് വെയിൻ. അപ്പൊ എൻ്റെ അമ്മ പറഞ്ഞത് വെരിക്കോസ് വെയിൻ പോലത്തെ ബാഡ് ബ്ലഡ് ഉണ്ടാവൂലേ നമ്മുടെ ബോഡിയിൽ, എൻ്റെ ബോഡിയിൽ അല്ലെങ്കിൽ എല്ലാവരും ബോഡിയിലുള്ള ഈ ബാഡ് ബ്ലഡ് ആണ്, അതായത് വെരിക്കോസ് വെയിൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്ലഡ് പോകുന്നത്. അപ്പൊ ഞാൻ 5ാം ക്ലാസ്സിലാണല്ലോ. അപ്പൊ അമ്മയ്ക്ക് ഞാനൊരു ബേബിയാണ്, ചൈൽഡാണ്. അപ്പം എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയാനായിട്ടുള്ള പ്രായമില്ല, പക്വതയില്ല എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഞാൻ വിചാരിച്ചു, അപ്പൊ പൊട്ട രക്തം പോണതാണല്ലേ, അങ്ങനെ ഞാൻ വിചാരിച്ചു. അപ്പൊ എനിക്കതാണ് പീരീഡ്സ്. 5ാം ക്ലാസ്സിലാണ് ഞാൻ ആയിട്ടുള്ളൂ. അപ്പം എൻ്റെ ക്ലാസ്സിൽ ആർക്കും പീരീഡ്സ് എന്താന്ന് അറിയില്ല, ആരും പീരീഡ്സ് ആയിട്ടില്ല. ആൻഡ് ഫസ്റ്റത്തെ എക്സാമിൽ അപ്പൊ എൻ്റെ ചേച്ചി പീരീഡ്സ് ആയ സമയത്ത് കുറെ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പക്ഷെ എന്റെ പരീക്ഷയുടെ ദിവസമല്ല അന്ന്, ഓണപ്പരീക്ഷയുടെ ഫസ്റ്റത്തെ ദിവസം. അപ്പോ എൻ്റെ അമ്മനെ പരീക്ഷ എഴുതാൻ വിട്ടു, ഞാൻ പരീക്ഷ എഴുതി. പക്ഷെ എനിക്കന്ന് ചെറുതായിട്ടൊക്കെ വേദനകളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഞാൻ പിന്നെ തിരിച്ചു വന്ന് കിടന്നുറങ്ങാൻ ചെയ്തു. ആൻഡ് അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ചേച്ചിയാണ് പറഞ്ഞു തന്നത് എന്താണ് പീരീഡ്സ് എന്നുള്ളത്. അതായത് നമ്മുടെ ബോഡി ഒരു ബേബീനെ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ബോഡി ഒരു ബെഡ് പോലെ ഉണ്ടാക്കി വെക്കും. പക്ഷെ ബേബി വരാണ്ടാവുമ്പോൾ ഈ ബെഡ് പോവും, എന്നിട്ട് ആദ്യം പുതിയ ബെഡ് ഉണ്ടാവും. അപ്പൊ ഈ ബെഡ് പോണതാണ് ബ്ലഡ് ആയിട്ട് പോണത്. അപ്പൊ ഞാൻ അങ്ങനെയാണോ? അപ്പൊ എന്നിട്ട് ചേച്ചി അമ്മയുടെ പറഞ്ഞു, അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന, അവൾക്ക് ഇതൊക്കെ അറിയേണ്ട പ്രായമായില്ലേ, അല്ലെങ്കിൽ പീരീഡ്സ് ആയില്ലോ, അപ്പൊ അത് അറിയേണ്ട പ്രായമായില്ലോ, അപ്പൊ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ചേച്ചി എൻ്റെ അമ്മനെയൊക്കെ ചീത്ത പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു തന്നത്. ആൻഡ് അത് മാത്രല്ല, എനിക്ക് എല്ലാ കാര്യങ്ങളും സെക്സ് എഡ്യൂക്കേഷൻ ആണെങ്കിലും പീരീഡ്സിനെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻ ആണെങ്കിലും എല്ലാം പറഞ്ഞു തന്നിരിക്കുന്നത് എൻ്റെ ചേച്ചിയാണ്. ചേച്ചി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഐ ഡോണ്ട് നോ വാട്ട് വിൽ ഐ ഡു. കാരണം എൻ്റെ അമ്മയുടെ കണ്ണിൽ ഐ വാസ് ഓൾവേസ് എ ബേബി. അപ്പൊ അമ്മ വിചാരിക്കുന്നത് എനിക്കിതൊന്നും അറിയാനുള്ള പ്രായമായിട്ടില്ല. ഞാനിപ്പം എത്ര വലുതായാലും അമ്മയ്ക്ക് എനിക്കതൊന്നും അറിയാനുള്ള പ്രായമായിട്ടില്ല എന്നാണ് അമ്മയുടെ വിചാരം. പക്ഷെ ചേച്ചിയാണ് എനിക്ക് എല്ലാം പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. എല്ലാം ഇങ്ങനെ ഇരുത്തിയിട്ട് എന്താ പറയാ, ഭയങ്കര നൈസായിട്ട് പഠിപ്പിച്ചു തരും. എൻ്റെ ചേച്ചി എനിക്ക് പറഞ്ഞു തരും, ഇതൊക്കെ എല്ലാ വീട്ടുകാരും വീട്ടിൽ നിന്നേ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. ആൻഡ് അത് ഭയങ്കര ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്നേ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ട് അറിവുകൾ മക്കളിലേക്ക് എത്തുന്നത്. വീട്ടുകാരത് പറഞ്ഞു കൊടുക്കുമ്പോഴാണ്. വീട്ടുകാരത് പറഞ്ഞു കൊടുക്കാത്ത പക്ഷം മക്കള് തന്നെത്താൻ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ആൻഡ് തന്നെത്താൻ അറിയാൻ ശ്രമിക്കുമ്പം താൻ അന്വേഷിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ സൈറ്റിലും അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെയാണ് അവർക്ക് ആ നോളജ് കിട്ടുന്നത്, അത് അത്രയും പ്യുവർ ആയിട്ടുള്ള രീതിയിലായിരിക്കില്ല. അതൊക്കെ അവരുടെ ഒരു വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ വീട്ടുകാർ പറഞ്ഞു കൊടുക്കുമ്പോൾ ഏറ്റവും പ്യുവറസ്റ്റ് ആയിട്ടുള്ള ഫോമിൽ അത് പറഞ്ഞു ഒരാളിൽ നിന്നാണ് അത് അതായത് ഏറ്റവും നമുക്ക് വിശ്വസനീയമായിട്ടുള്ള ഒരാളിൽ നിന്നാണ് അത് കേൾക്കും ചെയ്യണത്. ആൻഡ് അതിനെക്കുറിച്ചുള്ള ഒരു വ്യൂ പോയിന്റ് എല്ലാം ഭയങ്കര പ്യുവർ ആയിട്ടിരിക്കും.
അതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ എൻ്റെ ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ ചേച്ചി പറഞ്ഞു നിന്റെ ബോഡിക്ക് ഇപ്പൊ ഒരു ബേബീനെ ഉണ്ടാക്കാനായിട്ടുള്ളൊരു, അപ്പൊ എന്റെ ചേച്ചി പറഞ്ഞു ബോഡിക്ക് ഇപ്പൊ ഒരു ബേബീനെ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്, പക്ഷെ നിന്റെ മെന്റൽ ഹെൽത്ത് അത്രയും ആയിട്ടില്ല ആൻഡ് ഫിസിക്കൽ ഹെൽത്തും അത്രയ്ക്ക് ആയിട്ടില്ല, പക്ഷെ ഇതിന്റെ ബോഡിക്ക് ബേബീനെ ഉണ്ടാക്കാനായിട്ടുള്ള ആയിട്ടുണ്ടെന്ന് അറിയിക്കുന്നതാണ് പീരീഡ്സ് എന്ന് പറഞ്ഞു. എന്റെ ചേച്ചിക്ക് പീരീഡ്സ് ആയ സമയത്ത് റിലാക്സ് ആവാനൊക്കെ സമയം ഉണ്ടായിരുന്നു. പക്ഷെ പീരീഡ്സ് ആയപ്പം എനിക്ക് പരീക്ഷയായിരുന്നു. അപ്പൊ പരീക്ഷയ്ക്ക് പഠിക്കാൻ പരീക്ഷ ചെയ്ത് അങ്ങനെയൊക്കെയായിരുന്നു. ഞാൻ എന്റെ സ്കൂളിൽ ഇത് ആരോടെങ്കിലും പറയണ്ടേ, ഞാൻ ആ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ ആരും എന്റെ ക്ലാസ്സിൽ പീരീഡ്സ് ആയിട്ടില്ല ആൻഡ് ആർക്കും ഇതിനെ കുറിച്ച് അറിയൂല ആൻഡ് അതൊരു എന്താണ്, എനിക്ക് അതിനെ കുറിച്ച് വലിയ അറിവില്ല. അതൊരു ഷെയിമാണെന്നോ അതൊരു നല്ലതാ ഒന്നും അതിന് അത്രയും ഒരു ഇതില്ല. കാരണം അത് എന്റെ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ അത് നോർമൽ അല്ല ഒട്ടും. അപ്പൊ ഞാൻ ഒരാളെ മാത്രം വിളിച്ചെടുത്തിട്ട് പറഞ്ഞു എടേ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാൻ പീരീഡ്സ് ആയി. അപ്പൊ അവൾ പറഞ്ഞു അതെന്താ? അപ്പൊ ഞാൻ പറഞ്ഞു അതിങ്ങനെ ബ്ലഡ് വരും എന്ന് പറഞ്ഞു. അവളാണോ അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ പിന്നെ അപ്പൊ എനിക്ക് കോൺഫിഡൻസ് ആയി. ലൈക്ക് അവളെന്നെ ജഡ്ജ് ചെയ്തില്ലല്ലോ. അപ്പൊ എനിക്ക് കോൺഫിഡൻസ് ആയിട്ട് ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പോയി പറഞ്ഞു. അപ്പൊ ഒരു ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ പക്ഷെ അവർക്കൊന്നും ആയിട്ടില്ലല്ലോ. അത് കഴിഞ്ഞ് അങ്ങനെയാണ് എന്റെ ഫസ്റ്റത്തെ ആ ഒരു പീരീഡ്സിന്റെ ഒരു എക്സ്പീരിയൻസ്. ഞാൻ കുഞ്ഞിലെയാണ് ഞാൻ പീരീഡ്സ് ആയത് ആൻഡ് താങ്ക്ഫുള്ളി എന്റെ അറൗണ്ട് ഉള്ള പീപ്പിൾ എസ്പെഷ്യലി എന്റെ ചേച്ചിയൊക്കെ അടുത്തുള്ളത് കൊണ്ട് എന്റെ അറൗണ്ട് ഗുഡ് പീപ്പിൾ ഉണ്ടായതുകൊണ്ട് എനിക്ക് ഇതൊക്കെ എസ്പെഷ്യലി ഉണ്ടായിരുന്നുകൊണ്ട് എനിക്കത് ഭയങ്കര എന്താ പറയാ, എന്റെ ഫ്രണ്ട്സും നല്ല ഫ്രണ്ട്സ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര എന്താ പറയാ അത്രയും വിഷമങ്ങളൊന്നുമില്ല. ആലോചിക്കുമ്പം ഇത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്റെ ഫസ്റ്റത്തെ. അതായത് എനിക്ക് അത്രയ്ക്ക് വിഷമങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. 6ാം ക്ലാസ്സിൽ എത്തിയപ്പോഴാണ്, നിങ്ങൾ ആലോചിക്കണം, ഞാൻ 6ാം ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് വിസ്പർ കമ്പനിയിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു ക്യാമ്പയിൻ പോലെ പെൺകുട്ടികളെ മാത്രം ഒരു കമ്പ്യൂട്ടർ ലാബിന്റെ ഉള്ളിൽ കൊണ്ടിരുത്തിയിട്ട് കൂട്ടത്തിനുള്ളിൽ, നിങ്ങൾ ആലോചിക്കണം 5ാം ക്ലാസ് 6ാം ക്ലാസ് 7ാം ക്ലാസ്സിലെ പിള്ളേരാണ് അതിലുണ്ട്. അതിലാകെ പീരീഡ്സ് ആയിട്ടുള്ളത് ഞാനും പിന്നെ വേറെ എന്തെങ്ങാണ്ട് ഒരു കുട്ടി മാത്രമേ അതിൽ പീരീഡ്സ് ആയിട്ടുള്ളൂ. അപ്പൊ ബാക്കിയുള്ള കുട്ടികൾക്ക് ഇത് എന്താണെന്നും കൂടി അറിയില്ല. ആൻഡ് അവര് പറഞ്ഞു തരാണ് ഇതാണ് പാഡ്, ഇതിന് ഏത് ഭാഗം ഒട്ടിക്കണ്ടേന്ന് അറിയോ, ഇതിന്റെ ഈ ഭാഗം. അപ്പൊ ഞാൻ പറഞ്ഞു കാരണം എനിക്കറിയാലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഭാഗമാണ്. അപ്പൊ പറഞ്ഞു അതെ ഈ ഭാഗമാണ് മുകളിൽ ഒട്ടിക്കേണ്ടത് ആൻഡ് ഈ ഭാഗമാണ് താഴെ ഒട്ടിക്കേണ്ടത് ആൻഡ് പീരീഡ്. അപ്പൊ ആ ക്ലാസ് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. കാരണം അതിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് വേദന എടുക്കും, അതിന് കാരണങ്ങൾ ഇതൊക്കെയാണ്, പക്ഷെ നമുക്ക് അതിനൊരു ട്രിക്ക് ഉണ്ട്, ഈ വേദന മാറാനായിട്ട് ഒരു ട്രിക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞത്. അപ്പം എനിക്കത് എന്നതൊരു കൈൻഡ് ഓഫ് എനിക്ക് ആ ക്ലാസ് ഭയങ്കര എന്താ പറയുക ഒരു ആക്സെപ്റ്റൻസ് തന്നു. കാരണം അത്രയും നാളുണ്ടായിരുന്നു ഞാൻ ഒരു സർക്കിളുള്ള ആർക്കും പീരീഡ്സ് എന്താണെന്നും അറിയില്ല, പീരീഡ്സ് ആയിട്ടില്ല. അപ്പം ആ ഒരു ക്ലാസ് വന്നപ്പം ഓക്കെ എനിക്കൊരു ആക്സെപ്റ്റൻസ് കിട്ടിയ പോലെ, ഇപ്പൊ എല്ലാവർക്കും അതിനെ കുറിച്ച് അറിയാലോ. അപ്പൊ എനിക്കതൊരു ആക്സെപ്റ്റൻസ് കിട്ടിയ പോലെ എനിക്ക് ആ ഒരു ക്ലാസ് കിട്ടിയപ്പോ അപ്പൊ അവര് പറഞ്ഞു വേദനകൾ ഉണ്ടാവും, പക്ഷെ നമുക്ക് TV കണ്ടൊക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ TV കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചില സമയത്തേക്ക് നമ്മൾ ആ വേദന മറന്നു പോകുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ അത് കൊള്ളാലോ, TV കണ്ടു കഴിഞ്ഞാൽ ആ ക്ലാസ് ഞാൻ അന്ന് കിട്ടിയ ക്ലാസ്സൊക്കെ ഞാൻ ഇപ്പോഴും ഞാൻ യൂട്ടിലൈസ് ചെയ്യണം. ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് വേദന വരുമ്പോൾ എന്തെങ്കിലും കൊറിയൻ ഡ്രാമ അല്ലെങ്കിൽ എന്തെങ്കിലും യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോ ഒക്കെ വെച്ചിട്ട് എടുക്കും. കാരണം അന്ന് ക്ലാസ്സിൽ പറഞ്ഞ ഒരു ഓർമ്മയാണ്, എന്തെങ്കിലും വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വേദനകൾ നമ്മൾ ചിലപ്പോൾ മറന്നു പോകാനുള്ള ഒരു ട്രിക്കാണത്. പിന്നെ ചൂടുവെള്ളം വെക്കുക, അങ്ങനത്തെ കുറെ ട്രിക്കുകളൊക്കെ എനിക്ക് എന്താ പറയാ പറഞ്ഞു തന്നത് ആ ക്ലാസ്സാണ്. അത് 6ാം ക്ലാസ് പഠിക്കുമ്പോട്ടാ. അത് കഴിഞ്ഞിട്ട് 8ാം ക്ലാസ് 7ാം ക്ലാസ് ആ ഒരു സമയത്ത്, അത് 9ാം ക്ലാസ്സാണ്, 9ാം ക്ലാസ്സല്ല 8ാം ക്ലാസ് 7ാം ക്ലാസ് ആ ഒരു സമയത്ത് പീരീഡ്സ്. അപ്പം പാഡില്ല എൻ്റെ കയ്യിൽ. അപ്പൊ സ്റ്റാഫ് റൂമിൽ ഞാൻ ചോദിക്കാൻ ചെന്നു. എന്നിട്ട് ഞാൻ ചെന്നിട്ട് ടീച്ചർ എനിക്ക് പാഡ് വേണം. ടീച്ചർ ഉണ്ടല്ലോ നീയേ ഇത്തിരി കൂടി ഉറക്കെ പറ എല്ലാവരും അറിയട്ടെ എന്ന്. അപ്പൊ എനിക്കത് ഭയങ്കര ഹേർട്ടായി. എനിക്കത് ഭയങ്കര ഹേർട്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നി, കാരണം ടീച്ചറാണത് പറയുന്നത്. ഞാൻ അങ്ങനെ സ്കൂളിൽ അങ്ങനെ പീരീഡ്സ് ആവാറില്ല. അപ്പം എൻ്റെ ഫസ്റ്റ് കൈൻഡ് ഓഫ് പീരീഡ്സ് ആയിരുന്നു സ്കൂളിൽ വെച്ചിട്ട് തോന്നുന്നു. അപ്പം എനിക്ക് ടീച്ചറാണല്ലോ അങ്ങനെ പറയുന്നത്, ഇതങ്ങനെ ഉറക്കെ പറയാൻ പാടില്ലാത്തൊരു കാര്യമാണെന്ന് ടീച്ചർ എന്നോട് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ഇനി അത് ഉറക്കെ പറയാൻ പാടില്ലാത്ത കാര്യമാണോ, ഞാനാണോ അത് ടീച്ചറാണോ? എനിക്കത് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു സിനാരിയോ ആയിരുന്നു എൻ്റെ ചൈൽഡ്ഹുഡിൽ. പക്ഷേ a teacher should never say that.
ടീച്ചർ ഷുഡ് നെവർ സേ ദാറ്റ്. പിന്നെ ഫിഗർ ഔട്ട് ചെയ്തു ടീച്ചർ പറഞ്ഞതായിരുന്നു തെറ്റ് ആൻഡ് ഇറ്റ്സ് എ നോർമൽ തിങ്, വൈ ഷുഡ് ടീച്ചർ സേ ദാറ്റ്, ടീച്ചർ പറഞ്ഞതാണ് തെറ്റെന്ന് ഞാൻ തന്നെ പിന്നെ ഫിഗർ ഔട്ട് ചെയ്തു. ആൻഡ് അതിനുശേഷം പിന്നെ ഞാൻ പ്രിപ്പയർ ആയിരുന്നു. ലൈക്ക് ഞാൻ ചിന്തിക്കാത്തൊരു സിനാരിയോ ആയിരുന്നില്ല അത്. പിന്നെ ഞാൻ പ്രിപ്പയർ ആയി. ഇനി ടീച്ചർ അങ്ങനെ പറയുകയാണെങ്കിൽ തിരിച്ചു പറയാൻ ഞാൻ പ്രിപ്പയർ ആയിട്ടാ ഞാൻ പിന്നെ ഇരുന്നത്. കാരണം എനിക്കപ്പോ ഉണ്ട് അതെന്താ ടീച്ചറെ ഉറക്കെ പറഞ്ഞ എന്താ പ്രശ്നം എന്ന് ചോദിക്കാനുള്ള പ്രിപ്പയർ ആയിട്ട് ഞാൻ പറയില്ലേ, പീരീഡ്സ് ഭയങ്കര നല്ല കാര്യമാണ്, നമ്മൾ ഗേൾസ് പീരീഡ്സിനെ വെറുക്കരുത് എന്നുള്ള റീൽസ് ഒക്കെ കാണുമ്പോൾ ഐ ജെന്യുവൻലി ഹോപ്പ് ഐ ബിക്കം ദാറ്റ് കൈൻഡ് ഓഫ് പേഴ്സൺ. പീരീഡ്സിനെ കുറിച്ച് കുറ്റമൊന്നും പറയാത്ത നല്ല ഒരു കുട്ടിയാവണം എനിക്ക് ഡീപ്ലി ആഗ്രഹമുണ്ട്. പക്ഷേ മൈ പീരീഡ് സക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം തൊട്ടേ എനിക്ക് പീരീഡ്സിന് വരാത്ത സാധനങ്ങളില്ല, ലൈക്ക് കാര്യങ്ങളില്ല. എൻ്റെ പീരീഡ്സിന് എനിക്ക് ഛർദിക്കാൻ വരും, വയറിളകും, വയറുവേദന, പുറം വേദന, കാലുവേദന, എല്ലാം ഉണ്ട് എനിക്ക് പീരീഡ്സിൽ എന്നെ കൊണ്ട് നടക്കാനും പറ്റില്ല. ഞാനിങ്ങനെ ചത്ത പോലെ ഇങ്ങനെ കെടുക്കും. അങ്ങനത്തെ എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കെടുക്കണം, ഇങ്ങനെ കുഴഞ്ഞ് അതാണ് ഞാൻ പീരീഡ്സിൽ. ഞാൻ എങ്ങനെ പീരീഡ്സിനെ സ്നേഹിക്കും? Even though if I want to, I can't, because my body doesn't want me to love periods. കാരണം ഓരോ പീരീഡ്സ് കടന്നു പോകുമ്പോഴും ഞാൻ വിചാരിക്കും, will I die? ഞാനിപ്പോൾ മരിച്ചു പോകാൻ പോവാണ്, ഞാൻ മരിക്കാൻ പോവാണോ? Then I got my periods. Oh, it was just my periods. I was not gonna die. അത്രയും വേസ്റ്റ് ആണ് my periods. And it's not like ഇപ്പൊ തൊട്ട്. ഞാൻ എൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ പീരീഡ്സ് ആയിട്ടും സ്കൂളിൽ പോകും. എന്നിട്ട് ഞാൻ ഇങ്ങനെ വയ്യാണ്ട് കിടന്ന് ഇന്റർവെല്ലാവും ബാത്റൂമിൽ, ഞാൻ അങ്ങനെ ബാത്റൂമിന്റെ അടിയിൽ വരെ ഇങ്ങനെ കിടന്നു, അയ്യോ എനിക്ക് വയ്യ. എന്നിട്ട് എൻ്റെ അമ്മ വരും, അമ്മ വന്നിട്ട് എന്നെ കൊണ്ടുപോകും. പീരീഡ്സ് ആയ ദിവസം ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ടോ അന്നൊക്കെ അമ്മ എന്നെ വന്ന് കൊണ്ടുപോയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ തന്നെ എന്നോട് പറയും, നീ ഇത് അഭിനയിക്കുകയാണ് ഞാൻ തന്നെ എന്നോട് പറയും, എനിക്കൊരു ഇത് ഇടാനായിട്ട്. പക്ഷെ ഞാനിങ്ങനെ എനിക്ക് വയ്യ അങ്ങനെ പറഞ്ഞു കിടക്കുമ്പോഴും ഞാൻ തന്നെ എന്നോട് പറയും, നീ ഇത് അഭിനയിക്കുകയാണെന്ന് പറയും. എന്നാലും ഒരു കാര്യമില്ല, കഴിഞ്ഞ്. പിന്നെ പീരീഡ്സിന്റെ ഒരു വഴിത്തിരിവായത് ക്ലാസ്സുകളാണ്. അതായത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് 6ാം ക്ലാസ്സിൽ ഒരു ക്ലാസ് കിട്ടിയിരുന്നു. അത് കഴിഞ്ഞാൽ SPCയിലും NSSലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം NSSല് ഞങ്ങൾ ക്യാമ്പില് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സില് ടീച്ചർ ഇങ്ങനെ പറയാണ് ആൺകുട്ടികളോട്, കേട്ടാ, നിങ്ങൾക്ക് 24 മണിക്കൂറും നിങ്ങളുടെ അണ്ടർവെയർ ഇങ്ങനെ നനഞ്ഞിരിക്കാൻ, 24 മണിക്കൂർ നിങ്ങളുടെ അണ്ടർവെയർ നനഞ്ഞിരിക്കണം, നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ. അങ്ങനെ നിങ്ങൾക്ക് നടക്കാൻ പറ്റുമോ? അതേപോലെയാണ് പീരീഡ്സിൽ ഒരു പെൺകുട്ടി നടക്കണത്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ശരിയാണല്ലോ, ഇതെന്തുകൊണ്ട് ഞാൻ ആലോചിച്ചില്ല? ഇങ്ങനെയുള്ള ക്ലാസ്സുകളാണ് വളരെയധികം ഐ ഓപ്പണർ ആവുന്നത്. അതായത് ഒരു സിറ്റുവേഷൻ എങ്ങനെ, ഇപ്പം ഞാനും ബേബിയാണ്, എൻ്റെ കൂടെയുള്ളവരൊക്കെ ബേബികളാണ്. അപ്പം എനിക്കതൊരിക്കലും മറ്റൊരാൾ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്കത് നോർമലാണ്, എനിക്കത് മന്ത്ലി ഉണ്ടാകുന്നതാണ്, എനിക്കതൊരിക്കലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല. പക്ഷെ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള, അതിനെക്കുറിച്ച് അറിവുള്ള, ക്ലാസ്സുകൾ കേട്ടിട്ടുള്ള ആൾക്കാർക്കാണ് അതിനെക്കുറിച്ച് ഇതേപോലെ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുമ്പോഴാണ് മക്കൾക്ക് മനസ്സിലാവുക, ഓ ഇതൊക്കെയാണ് അപ്പുറത്തിരിക്കുന്ന ഒരാൾ അനുഭവിക്കുന്ന കാര്യങ്ങളെന്ന്. അപ്പൊ ഞാൻ പറയാ, എല്ലാ മക്കൾക്കും ഇതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ കിട്ടണം. എന്നാലാണ് അപ്പുറത്തിരിക്കുന്ന ആളോടുള്ള മനോഭാവം, കൈൻഡ്നസ്, ഹ്യൂമാനിറ്റി ഒക്കെ കൂടുള്ളൂ. അപ്പൊ അതൊരു മോശം കാര്യമായിട്ട് പൊത്തിവെക്കാണ്ട് ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ എല്ലാവർക്കും കിട്ടട്ടെ. കാരണം കിട്ടണം, എന്നാലാണ് സമൂഹം എന്ന രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ മനസ്സിലാക്കാനും പറ്റുള്ളൂ. ആൻഡ് അതാണ് എന്താ പറയാ, ഗ്രേറ്റർ ഗുഡിന് കാരണമുള്ളൂ. കാരണം ഈ അറിവ് ഞാൻ പറയുന്നില്ലേ, ഇത് എല്ലാവർക്കും അറിയുന്ന അറിവല്ല. കാരണം എനിക്ക് അറിയുന്ന ഒരു അമ്മ, ആ അമ്മയ്ക്ക്, ആ അമ്മയുടെ വിചാരം യൂറിൻ പോകുന്ന ഹോളിൽ കൂടെ തന്നെയാണ് പീരീഡ്സ് ആവുന്നതെന്നാണ് ആ അമ്മയുടെ വിചാരം. ലൈക്ക് ആളൊരു അമ്മയായി, എന്നിട്ടും അപ്പൊ അത്രയും
എഡ്യൂക്കേഷൻ ലെവൽ ഇല്ലാത്ത ആളുകൾ ഉണ്ട് നമ്മുടെ ഇടയിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ ഉണ്ടാവണം. ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ സ്കൂളിൽ കണ്ടക്ട് ചെയ്യണം. അത് പെൺകുട്ടികളെ മാറ്റി ഇരുത്തിയിട്ടല്ല, രണ്ടുപേരും ഇരുത്തിയിട്ട് തന്നെ ക്ലാസ്സുകൾ ഉണ്ടാവണം. അപ്പം മെയിൻലി പീരീഡ്സിന് യൂസ് ആക്കുക പാഡ്, ടാമ്പോൺസ്, മെൻസ്ട്രൽ കപ്സ് അതൊക്കെയാണല്ലേ. അപ്പം ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിരുന്നത് പാഡാണ്. ആൻഡ് എനിക്ക് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഭയങ്കര ആഗ്രഹം എന്ന് വെച്ചാൽ ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം എൻവിറോൺമെന്റ് ഫ്രണ്ട്ലി ആണല്ലോ, അതാണ് മെയിൻ കാരണം. പ്രൊട്ടക്ട് ചെയ്യാലോ. ആൻഡ് അത് കൂടാണ്ട് പാഡിന് ഭയങ്കര പൈസയല്ല. അപ്പൊ മെൻസ്ട്രൽ കപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറെ വർഷത്തേക്ക് അത് നിൽക്കൂല. അപ്പൊ കുറെ എമൗണ്ട് സേവ് ആക്കാം. അപ്പൊ എനിക്ക് മെൻസ്ട്രൽ കപ്പ് വാങ്ങിക്കുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. എസ്എസിന്റെ ഈ ക്ലാസ്സിലും പറഞ്ഞായിരുന്നു മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്ന ആകെ കുറച്ച് കുട്ടികൾ മാത്രമേ കൈബന്ധിച്ചുള്ളൂ. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മെൻസ്ട്രൽ കപ്പ് എനിക്ക് യൂസ് ചെയ്യണം. പേഴ്സണലി എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആൻഡ് കഴിഞ്ഞ വർഷം ഞാൻ മെൻസ്ട്രൽ കപ്പ് വാങ്ങിച്ചു. It's not that easy. It's not at all easy. എനിക്ക് മെൻസ്ട്രൽ കപ്പ് പേടിയാണ് എനിക്ക്. ആൻഡ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പ്രൊമോട്ട് ചെയ്യണ്ടൊക്കെ. പേടിയാണ് മെൻസ്ട്രൽ കപ്പ്. ഇറ്റ്സ് സോ പെയിൻഫുൾ. ഇറ്റ്സ് സോ ഫ്രിക്കിംഗ് പെയിൻഫുൾ. എനിക്ക് അറിഞ്ഞുകൂടെ നിങ്ങളതെങ്ങനെ യൂസ് ചെയ്യണമെന്ന്. എനിക്കത് ഭയങ്കര പേടിയാണ്. എനിക്കത് ഭയങ്കര വേദനയാണത്. അത് ഭയങ്കര വേദനയാണത് മെൻസ്ട്രൽ കപ്പ്. ആൻഡ് കമന്റ് ബോക്സിലൊക്കെ വന്നിട്ട് ഈ ആണുങ്ങൾ കിടന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കും, ഇവരിത് എന്തറിഞ്ഞിട്ട് പറയുന്നത്, ഇവര് വിളിക്കുന്നുണ്ടോ? ഇത് എത്ര വേദനയുള്ള കാര്യമാണ്. നിങ്ങൾ ഇത്ര വേദന സഹിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നേ? ഓ കാരണം ഞാനപ്പോ ആലോചിക്കുക, ദൈവമേ, അപ്പൊ പ്രസവിക്കുമ്പോഴൊക്കെ എന്തോരം വേദന ഉണ്ടാവും. കാരണം ഒരു മെൻസ്ട്രൽ കപ്പ് വയ്ക്കുമ്പോ തന്നെ ഇത്രയും വേദന എടുക്കുന്ന, അപ്പൊ പ്രസവിക്കുമ്പോഴൊക്കെ എന്തോരം വേദന ഉണ്ടാവും. ആൻഡ് ഈവൻ എന്റെ പീരീഡ്സിൽ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഛർദി ഉണ്ട്, വയറിളക്കമുണ്ട്, വയറുവേദന ഉണ്ട്, പുറം വേദന ഉണ്ട്, മേല് ഫുള്ള് വേദന, ഛർദിച്ചോണ്ടിരിക്കും. അപ്പൊ ഞാൻ ആലോചിക്കാം, ഇത് എനിക്ക് 7 ദിവസത്തേക്കാണ്. ഓക്കെ, 9 മാസം ഇങ്ങനെ ഛർദിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തോരം ബുദ്ധിമുട്ടായിരിക്കും. ബ്രോ, ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ എവർ യൂസ് മെൻസ്ട്രൽ കപ്പ്. കാരണം എനിക്കത് ഇപ്പോഴേ ഭയങ്കര പേടിയാണ്. കാരണം പേടിയാണ് ഈ സിക്കൾക്കും, അത് ഭയങ്കര പെയിൻഫുൾ ആണ്. മേ ബി എനിക്ക് അത്രയും കറേജ് ഉണ്ടായിട്ട് അത്രയും കറേജ് ഉള്ളൊരു സിറ്റുവേഷനിൽ കൂടെ ഞാൻ കടന്നു പോയി കഴിഞ്ഞാൽ ഐ വിൽ യൂസ് ഇറ്റ്. അത്രയും പെയിൻ എൻജോയ് ചെയ്യാനായിട്ടുള്ള ഒരു ശക്തി ഉണ്ടെങ്കിൽ അപ്പം ഐ വിൽ മേ ബി യൂസ് ഇറ്റ്. പക്ഷെ ഫോർ നൗ എനിക്കറിയില്ല. ഞാൻ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് അത്രയും മനഃശക്തി, അത്രയും ധൈര്യം, ഐ വിൽ ബി സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. Because it's not an easy job, and I'm saluting like menstrual cup use in each and everyone. I'm saluting. Like, it's not at all easy. It's very painful. It's very painful and namakku pediyavum. I'm not creeping you out, but I'm telling the truth. Karanam I didn't see anyone saying this. ഞാനിത് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ലൈക്ക് ഓൺലൈനിൽ ഞാനിത് ആരും പറഞ്ഞു കേട്ടിട്ടില്ല മെൻസ്ട്രൽ കപ്പ് പെയിൻഫുൾ ആണ്, നിങ്ങൾക്ക് പേടിയാവും, ഞാൻ ആരും പറഞ്ഞു കേട്ടില്ല. പക്ഷെ ഞാൻ എൻ്റെ കാര്യം പറയണേ, എനിക്ക് ഭയങ്കര പേടിയാണ്. ആൻഡ് അത് ഭയങ്കര പെയിൻഫുൾ ആണ്. ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ ഇറ്റ്. കാരണം there's no one out telling this. അപ്പോൾ എനിക്ക് പേഴ്സണലി അറിയുന്ന, ഞാൻ സംസാരിച്ചപ്പോഴൊക്കെ അവരും പറയുന്നത് എനിക്കും പേടിയാടി, ഭയങ്കര വേദന. See, it's not only me. And it is, guys, it is painful. And hats off you guys for whom you are using it. Hats off you to the people who are using it. Because എനിക്ക് ഉണ്ടായിരുന്ന ഒരു മേജർ പേടിയായിരുന്നു. ലൈക്ക് എനിക്ക് മോഷൻ സിക്നസ് ഉണ്ട്. അതായത് ഒരു ബസ്സിലോ ഒരു കാറിലോ ഒക്കെ പോകാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഞാൻ ഭയങ്കര ലോ ആവും. ഞാൻ ഈ ഛർദ്ദിക്കാൻ വരുന്ന പോലെ എന്തൊക്കെയൊക്കെ വന്നിട്ട് എനിക്ക് ആകെ ഭയങ്കര ലോ ആവും എന്നൊരു പേഴ്സണാണ് ഞാൻ. അപ്പം അതാണ് മോഷൻ സിക്നസ്. അത് മോഷൻ സിക്നസ് ആണെന്ന് വരെ ഞാൻ അറിഞ്ഞത് ലൈക്ക് അതൊരു സംഭവമാണ്. ഞാൻ വെച്ചാൽ എനിക്ക് മാത്രമുള്ളൊരു കാര്യമായിരുന്നു എൻ്റെ വിചാരം. പക്ഷെ അതൊരു ഉള്ളൊരു അവസ്ഥയാണ്, പലർക്കും ഉണ്ട് അവസ്ഥ. അത് ഞാൻ അറിഞ്ഞത് ഞാൻ +1 +2 ഒക്കെ എത്തിയപ്പോഴാന്ന് തോന്നുന്നു ഇങ്ങനെ മോഷൻ സിക്നസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞത്. അപ്പൊ ഈ മോഷൻ സിക്നസ് ഉള്ള കാരണം കൊണ്ട് ഞാൻ ബസ്സിൽ കയറി അപ്പം ഛർദ്ദിക്കും. ആൻഡ് എന്നപ്പം ആരും കൂടെ കൊണ്ട്
പോകാൻ ഇഷ്ടപ്പെടാത്തൊരു കുട്ടിയാണ് ഞാൻ. കാരണം ഞാൻ ഛർദ്ദിക്കും. പക്ഷെ എൻ്റെ അമ്മ മാത്രമാണ് എപ്പോഴും കൂടെ കൊണ്ടുപോകുക. അപ്പം എനിക്കത് കൈൻഡ് ഓഫ് വിഷമമാണ്. കാരണം ഞാൻ അമ്മയുടെ കല്യാണത്തിന് മുമ്പ് അമ്മയുടെ നല്ല സാരിയിൽ ഞാൻ ഛർദ്ദിക്കും. അപ്പോൾ എപ്പോഴും ഒരു വട്ടല്ലേ എപ്പോഴും. അപ്പം എനിക്കത് ഭയങ്കര, അല്ലെങ്കിൽ എനിക്ക് കിടന്ന് ഉറങ്ങണം. അപ്പം എനിക്കത് ഭയങ്കര സാഡ് ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ട് ഒരിക്കലും പുറത്തൊന്നും പോകാൻ പറ്റില്ല, എനിക്ക് പുറത്തൊന്നും ട്രാവൽ ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ എപ്പോഴും ഛർദ്ദിക്കില്ലേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ റാണി പത്മിനി സിനിമ കണ്ടത്. അതിലുണ്ട് ഇവർ രണ്ടുപേരും കൂടിയിട്ട് ലഡാക്കിക്കോ എവിടേക്കും കണ്ട് പോകുമ്പോൾ മഞ്ജു വാര്യർ ഛർദ്ദിക്കുന്നു. അപ്പൊ എനിക്ക് മഞ്ജു വാര്യർ ഛർദ്ദിക്കുന്നു ആൻഡ് റാണി ലൈക്ക് റിമ വന്നിട്ട് സമാധാനിപ്പിക്കുന്ന ഛർദ്ദിക്കുന്ന. അപ്പൊ എനിക്ക് തോന്നി അപ്പൊ ട്രാവൽ ചെയ്യുമ്പോ ഛർദ്ദിക്കും, അത്രേ ഉള്ളൂ. എനിക്ക് ആ സിനിമ തന്നേക്കുന്ന ഒരു മെന്റൽ പീസ് അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എസ്പെഷ്യലി ആ സീൻ എനിക്ക് തന്നത് അനദർ കൈൻഡ് ഓഫ് വ്യൂ പോയിന്റ് ആണ്. എൻ്റെ ലൈഫിൽ എനിക്കത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഛർദ്ദിക്കുന്നത് വൈൽ ട്രാവലിംഗ് ഈസ് എ നോർമൽ തിങ് ആൻഡ് അത് നിങ്ങളെ ട്രാവൽ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യില്ല എന്ന് മനസ്സിലാക്കി തരുന്നതാണ് ആ ഒരു സിനിമയിലെ ആ ഒരു സീൻ. അതെനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ് ഉണ്ടാക്കിയത്. യെസ്, ഐ ക്യാൻ ട്രാവൽ ഈവൻ ദോ ഐ വിൽ വൊമിറ്റ്, ഐ ക്യാൻ ട്രാവൽ എന്ന ഉള്ളൊരു ഇതുണ്ടാക്കി എനിക്ക്. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നു, ഡൽഹിയിലേക്ക് വന്നു. അപ്പം എൻ്റെ ഒരു ടീച്ചർ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ടീച്ചറെ കാണാനായിട്ട് പോയതാണ്. പക്ഷെ ടീച്ചർ അന്ന് കറക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ടീച്ചറുടെ കൂടെ പോയി. അന്ന് എൻ്റെ പീരീഡ്സിൻ്റെ ഫസ്റ്റത്തെ ദിവസമായിരുന്നു. ഐ ഷുഡ് ഹാവ് നോൺ മൈ സെൽഫ്. പക്ഷെ ഞാൻ ടീച്ചറിനെ കണ്ട ഒരു സന്തോഷത്തിൽ ടീച്ചറുടെ കൂടെ പോയി. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ടീച്ചറാണ്. ആൻഡ് ഗെസ് വാട്ട്, ഇറ്റ്സ് മൈ ഫസ്റ്റ് ഡേ ഓഫ് പീരീഡ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് നടക്കാൻ കൂടി പറ്റില്ല. ഞാനിങ്ങനെ എഴഞ്ഞെഴഞ്ഞ് പോകുന്ന ഇത് ഒന്നും പറ്റാത്തൊരു ദിവസമാണ് ഈ ഫസ്റ്റ് ഡേ ഓഫ് പീരീഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഞാനൊന്ന് ഇങ്ങനെ കുത്തബ് മിനാറിൽ പോയി. ഞാൻ ടീച്ചറെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലല്ലോ, കാരണം അവരിങ്ങനെ കറങ്ങാൻ വന്നേക്കല്ലേ. ഞാനിങ്ങനെ നടക്കാം. എന്നിട്ട് ഇവര് കുത്തബ് മിനാർ കാണുമ്പോൾ ഞാനവിടെ തറയിലിരിക്കും. അപ്പൊ ടീച്ചർക്ക് തന്നെ വിഷമായി. ടീച്ചർ നല്ല ടീച്ചറാണേ. അപ്പൊ എൻ്റെ ഒരു മാഷുണ്ട്, മാഷ് എൻ്റെ അപ്പുറത്ത് വന്നിരുന്നു വണ്ടിയിൽ. അപ്പൊ നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അവിടെ നടക്കാൻ പറ്റണില്ല. കുത്തബ് മിനാറിന്ന് വീൽ ചെയർ വിളിച്ചിട്ട് വന്നിട്ട് ഞാൻ വീൽ ചെയറിനാണ് കുത്തബ് മിനാറിന്ന് ഇറങ്ങിയത്. ലൈക്ക് ഇറ്റ്സ് ദാറ്റ് സീരിയസ്. എനിക്ക് അത്രയും പറ്റത്തില്ല. എന്നിട്ട് അവിടെ നിന്ന് ഒരു വലിയൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോയി. നല്ലൊരു ഹോട്ടലാണ്. എന്നിട്ട് എന്നോട് ചോദിച്ചു എന്താ വേണ്ടേ കഴിക്കാന്. അപ്പൊ ഞാൻ പറഞ്ഞു ടീച്ചറെ എനിക്ക് കഞ്ഞി വാങ്ങിച്ചു തരും. ഞാൻ ഡൽഹി എത്തിയിട്ടുള്ളൂ കേട്ടോ. എത്തിയിട്ടൊരു 2 ആഴ്ചക്ക് ആയിട്ടുണ്ടാവും. ആ ഒരു സമയത്താണ്, 2 ആഴ്ച 3 ആഴ്ചക്ക് ആയിട്ടുണ്ടാവും. ആ ഒരു സമയത്താണ് ഞാൻ ടീച്ചറെ എനിക്ക് കഞ്ഞി വാങ്ങിച്ചു തരൂ. അപ്പൊ ടീച്ചർ അതിരാണ് എത്ര നല്ലൊരു ഹോട്ടലിൽ കൊണ്ടുവന്നിട്ട് ആതിരയ്ക്ക് വേണ്ടത് കഞ്ഞിയാ. എന്നിട്ട് അവിടെ കഞ്ഞി എനിക്ക് വാങ്ങിച്ചു തന്നു. ആ കഞ്ഞി കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ശരീരത്തിൽ ഒരു ഇത്തിരി ജീവൻ വന്നത്. അത് കഴിഞ്ഞപ്പോൾ ഐ വാസ് ഏബിൾ ടു വാക്ക്. കുഴപ്പമില്ലാണ്ട് ഐ വാസ് ഏബിൾ ടു വാക്ക്. അങ്ങനത്തെ ഒരു ബാഡാണ് എൻ്റെ പീരീഡ്സ്. അപ്പൊ അത് കഴിഞ്ഞ പിന്നെ ഞാൻ കുറച്ചും കൂടി കോൺഷ്യസ് ആവാൻ തുടങ്ങി. കാരണം എനിക്ക് എന്നെ മനസ്സിലായി, ഓക്കെ ഫസ്റ്റ് ഡേ ഓഫ് പീരീഡ്സിൽ ഐ ഷുഡ് നോട്ട് ഗോ ഔട്ട്. കാരണം ഞാൻ ബാക്കിയുള്ള ലൈക്ക് കറങ്ങാനൊക്കെ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള പിള്ളേർക്ക് പണിയാണ്. അപ്പൊ ഞാൻ പീരീഡ്സിന്റെ ആ ഒരു സമയത്ത് പുറത്തിറങ്ങാണ്ടായി. കാരണം എനിക്കറിയാം ഞാൻ ആരുടെങ്കിലും കൂടെ കറങ്ങാനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവർക്കൊരു പണി ഉണ്ടാക്കും. അപ്പം ഐ ഷുഡ് ജസ്റ്റ് സിറ്റ് അറ്റ് ഹോം ആൻഡ് ജസ്റ്റ് റിലാക്സ്. കാരണം അതാണ് വാട്ട്സ് ബെസ്റ്റ് ഫോർ മൈ ബോഡി. ദ വേഴ്സ്റ്റ് സിനാരിയോ ഈസ് എൻ്റെ ഫസ്റ്റത്തെ കോളേജിലെ സെം എക്സാം. യെസ്, അന്ന് എനിക്ക് പീരീഡ്സ്. എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടുള്ള ആദ്യത്തെ സെം എക്സാം, യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയിലുള്ള ആദ്യത്തെ എക്സാം. നിങ്ങളൊന്ന് ആലോചിക്കണം, ഞാൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എക്സാമാണ്. എനിക്ക് അതിന്റെ പേപ്പർ ഒന്നും അറിയില്ല. ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് എഴുതാണ് എക്സാം. അപ്പം കാരണം എനിക്കറിയാം എന്നെ കൊണ്ട് നടക്കാനോ എഴയാൻ പോലും പറ്റത്തില്ല. എൻ്റെ ഫസ്റ്റ് ഡേ എന്നല്ല, എനിക്ക് പീരീഡ്സ് ഒരു 3-4 ദിവസം എനിക്ക് അറിയാം നടക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ എനിക്കറിയത്. അപ്പം ഞാൻ എങ്ങനെയാണ് ആ എക്സാം എഴുതിയെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ അന്നത്തെ ദിവസം ഒരു കൊക്കക്കോളയും ഒരു കിറ്റ്കാറ്റും വാങ്ങിച്ചിട്ട് പിന്നെ വെള്ളം. അപ്പൊ എന്റെ ടേബിള് ഇവിടെ കൊക്കക്കോള, ഇവിടെ കിറ്റ്കാറ്റ്, ഇവിടെ വെള്ളം, അങ്ങനെ എൻ്റെ ഇവിടെ വാച്ച്. എന്നിട്ട് ഞാനിങ്ങനെ എഴുതും, ബാത്റൂമിൽ പോകും. കാരണം എനിക്ക് വയറിളകാണ്. എഴുതും, ബാത്റൂമിൽ പോവും, തിരിച്ചു വരും, എഴുതും, ബാത്റൂമിൽ പോവും, തിരിച്ചു വരും, എഴുതും. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ സെം എക്സാമിൽ ഫസ്റ്റ്
എക്സാം എടുത്ത്. ഐ നെവർ തോട്ട് ഐ കുഡ് കംപ്ലീറ്റ് ദാറ്റ് എക്സാം. ഐ വാസ് ലൈക്ക് ക്രൈയിങ് ആൻഡ് റൈറ്റിംഗ്. കാരണം ഞാൻ വിചാരിച്ചില്ല എന്നെ കൊണ്ട് അത് പറ്റുന്നു. പക്ഷെ ഐ വാസ് ഡൂയിങ് ദാറ്റ്. അന്ന് എനിക്ക് മനസ്സിലായി ഐ ആം സോ സ്ട്രോങ്. ലൈക്ക് എനിക്ക് അറിയണ്ടായിരുന്നില്ല എന്നെ കൊണ്ട് അത് പറ്റുന്നു. ഞാൻ ആ എക്സാം കംപ്ലീറ്റ് ചെയ്തു. ലൈക്ക് സ്റ്റിൽ എനിക്ക് പേടിയായിരുന്നു. കാരണം ഞാൻ കാരണം അന്ന് തണുപ്പായിരുന്നു, ഭയങ്കര തണുപ്പത്താ ഞങ്ങളുടെ എക്സാം. അപ്പം എനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിചാരിച്ചു ആ എക്സാമിന് ഞാൻ പൊട്ടുന്നു. കാരണം ഇറ്റ് വാസ് നോട്ട് മൈ ബെസ്റ്റ്. ഇറ്റ് വാസ് നോട്ട് എന്റെ ബെസ്റ്റിന്റെ ഒരു അംശം പോലും ആയിരുന്നില്ല. കാരണം എനിക്ക് തണുപ്പായതുകൊണ്ട് തന്നെ ഫസ്റ്റത്തെ തണുപ്പായിരുന്നു. എനിക്ക് മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്റെ കയ്യിൽ മര്യാദയ്ക്ക് വിന്റർ ക്ലോത്ത്സ് ഉണ്ടായിരുന്നില്ല. അതിന്റെ മേലക്കൂടെ പീരീഡ്സും ആൻഡ് ഇത്രയും വേഴ്സ്റ്റ് പീരീഡ്സ്. ലൈക്ക് എക്സാം എഴുതും, ഞാൻ പറഞ്ഞില്ലേ ബാത്റൂം പോകും, എക്സാം ആൻഡ് അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഈവൻ ഇപ്പൊ തേർഡ് ഇയറിലാണെങ്കിലും എനിക്ക് പീരീഡ്സ് ആയിട്ടുള്ളപ്പോൾ എക്സാം ആണെങ്കിൽ ഞാൻ എഴുതും, ബാത്റൂമിൽ പോകും, വരും, എഴുതും. അങ്ങനെ തന്നെയാണ് ഞാൻ എക്സാം എഴുതിയിട്ടുള്ളത്. അപ്പം അന്ന് പക്ഷെ എനിക്ക് അത്രയും വേഴ്സ്റ്റ് ചെയ്യുന്നു. കാരണം എന്നെ കൂടെ എനിക്ക് ആകെ പേടിയും. ലൈക്ക് എനിക്കിവിടെ ആരും ഇല്ല, ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ്. ആൻഡ് എനിക്ക് വയ്യ. എനിക്ക് എക്സാം എഴുതി കഴിഞ്ഞിട്ട് എനിക്ക് സേഫായിട്ട് എനിക്ക് വീട്ടിലെത്തണം. പക്ഷെ ഞാൻ സേഫായിട്ട് വീട്ടിലെത്തിയണ്ട. ഐ ആം സോ പ്രൗഡ് ഫോർ മൈ സെൽഫ്. കാരണം ഐ ഡിഡ് ഇറ്റ്. ഐ വാസ് സേഫ്. ഞാൻ എൻ്റെ എക്സാം എഴുതി, ഞാൻ സേഫായിട്ട് ബസ് പിടിച്ച് സേഫായിട്ട് നടന്ന് എൻ്റെ വീട്ടിലെത്തി. ഐ വാസ് സൂപ്പർ. ലൈക്ക് അത് കഴിഞ്ഞ് ഞാൻ ഓക്കെ ഐ ക്യാൻ, എന്നെ കൊണ്ടത് പറ്റും. കാരണം ഞാൻ ഇതൊക്കെ ചെയ്തുല്ലോ, അപ്പൊ എന്നെ കൊണ്ട് അത് പറ്റും. അതിന് അന്ന് ലിറ്ററലി എന്റെ സാറുമാർക്കൊക്കെ ഭയങ്കര വിഷമമായിട്ട് എന്തേലും വേണം മോളെ എന്നൊക്കെ. ലൈക്ക് ഇങ്ങനെ എന്റെ പേനയൊക്കെ നിലത്ത് വീഴുമ്പോ സാർ എനിക്ക് എടുത്തരും. കാരണം തണുപ്പത്ത് ഞാൻ ഇങ്ങനെ വിറച്ചിട്ടാണ്. അന്നെങ്കിലും വിന്റർ ക്ലോത്ത്സ് അധികം ഇല്ല, എന്റെ ഒരു കൂടി മാത്രമേ ഞാൻ ഇങ്ങനെ വിറച്ചിട്ടാണ് എഴുതിയിരുന്നത്. കാരണം എനിക്ക് അറിയില്ല തണുപ്പത്തെ കാര്യം. എന്നിട്ട് ഞാൻ ബാത്റൂമിൽ പോയപ്പോഴാണെങ്കിലും അവിടുത്തെ ഒരു മേഡ് ചേച്ചി വന്നിട്ട് ഞാൻ അങ്ങനെയൊക്കെ അറിയാം. അപ്പൊ മേഡ് ചേച്ചി വന്നിട്ട് സാരല്ലേ പോട്ടെ എന്നൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ. സോ ദാറ്റ്സ് മൈ പീരീഡ്സ്. അതാണ് എൻ്റെ പീരീഡ്സ്. ഐ വാണ്ട് ടു ലവ് മൈ പീരീഡ്സ്. പക്ഷെ എനിക്ക് പീരീഡ്സിന്റെ ദിനങ്ങൾ ആവുമ്പോൾ ഐ ജസ്റ്റ് ഹേറ്റ് ഇറ്റ് മാൻ. ഐ ജസ്റ്റ് ഹേറ്റ് ഇറ്റ്. കാരണം ഇറ്റ്സ് നോട്ട് ഫെയർ ഫോർ മീ ഐ തിങ്ക്. ആൻഡ് ഐ ജെന്യുൻലി ഹോപ്പ് ലൈക്ക് ഇത് ഞാൻ വലുതാവുമ്പോഴേക്കും ഈ വേദനയും ഇതൊക്കെ മാറട്ടെ എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു. ആണ് എൻ്റെ പീരീഡ്സിന്റെ കഥകൾ. അപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ബേബിനെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം എനിക്കറിയാം എന്തൊക്കെ എനിക്ക് വേണമെന്ന്. അപ്പൊ ഞാൻ ചോക്ലേറ്റ്സ് വാങ്ങി വെക്കും. പീരീഡ്സ് ആറാകുമ്പോഴേക്കും ചോക്ലേറ്റ്സും കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു വെക്കും. കാരണം ഐ ഹാവ് ടു ഈറ്റ്. ആൻഡ് എനിക്ക് അത് കൂടാണ്ടും അടുത്ത ടോപ്പിക്കിൽ ഞാൻ ഇറിറ്റേറ്റബിൾ ബൗൾ സിൻഡ്രോത്തിനെ കുറിച്ച് സംസാരിക്കാം. കാരണം അതെനിക്കുള്ള ഒരു അവസ്ഥയാണ്. അപ്പം ഐ ഷുഡ് ടോക്ക് അബൌട്ട് ഇറ്റ്. ഐ തിങ്ക് നിങ്ങളിപ്പോ കേട്ടത് എന്റെ പീരീഡ്സിന്റെ കഥകളാണ്. ഇനി എന്ത് കഥകളാണ് അല്ലെങ്കിൽ എന്ത് കഥകളാണ് നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളത്, എന്ത് വിഷയത്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കണമെന്ന് ആഗ്രഹമുള്ളത്, അതൊക്കെ കമന്റ് ചെയ്യൂ, ഞാൻ സംസാരിക്കാം. അപ്പം ദിസ് ഈസ് ആതിര. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.